ഹായ് കൂട്ടുകാരെ, നമ്മളുടെ പൊന്നൂസ് വേൾഡ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വാഴയിലയിൽ പൊള്ളിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ മസാല അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഉപ്പ്, ഇതെല്ലാം കൂടെ, കുരുമുളക്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ നല്ലതുപോലെ പുരട്ടി വെക്കുക. അപ്പോൾ ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എന്നാലേ നല്ലതുപോലെ അതിനകത്ത് പിടിക്കുകയുള്ളൂ. അപ്പോഴേക്കും നമുക്ക് വാഴയില പോയി കട്ട് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ നമ്മളുടെ പൊന്നൂസ് വേൾഡ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വാഴയില കട്ട് ചെയ്യാൻ പോകുന്ന വഴിക്ക് നമ്മളിൽ കുറച്ച് കൃഷിയും കൂടെ കാണാം. വേണ്ട കോവൽ, പച്ചമുളക്, പിന്നെ കോവൽ കുറച്ചൊക്കെ നല്ലതുപോലെ പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പം നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് കോവൽ നല്ലതുപോലെ പിടിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മളുടെ കപ്പയ്ക്ക പഴുത്ത് കണ്ട് നിൽക്കുന്നുണ്ടല്ലേ, കപ്പയ്ക്ക. അപ്പോൾ നമ്മളുടെ പൊന്നൂസ് വേൾഡ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവർ ഉറപ്പായിട്ടും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും വേണം. അതുകൊണ്ട് നമ്മളുടെ കറിവേപ്പാണിത്. കുഞ്ഞ് 3-4 തൈകൾ നട്ടതാണ്. ഇപ്പോൾ നല്ല മുട്ട മരമായി കറിവേപ്പില നല്ല തഴച്ച് വളർന്നു. അവിടെയും തൻ്റെ കോവൽ പടർന്നു കിടപ്പുണ്ട്. നമ്മുടെ ബ്ലാത്തിയാണ്, ബ്ലാത്തിയുടെ മരമാണ്. ശരിക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നിൽപ്പുണ്ട്, പഴുക്കാറെ നിൽപ്പുണ്ട്. നമ്മളുടെ വാഴയില ദാണ്ട ഇവിടെ വാഴ. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് ഇലയും കൂടെ കട്ട് ചെയ്ത് കൊണ്ടുപോരാം. അപ്പോൾ ദാണ്ട ഇല കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മൾ സവാള, ഉള്ളി, പിന്നെ കൊച്ചുള്ളി, തക്കാളി, പച്ചമുളക് എല്ലാം കൂടെ എണ്ണയിൽ ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ കല്ലിൽ ഇടിച്ച് മിക്സാക്കി എടുക്കണം. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ വഴന്ന് വന്നതിന് ശേഷം നമുക്ക് മസാല കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പ് പരുവത്തിന് ഇട്ട് കൊടുത്താൽ മതി. നേരത്തെ നമ്മൾ ഉപ്പ് പുരട്ടിയതിന് ശേഷമാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ പാകത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ ഉള്ളി വഴന്ന് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി, ലേശം മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല കുഴകുഴാന്ന് നല്ല പരുവായിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മളുടെ മീൻ എണ്ണയിൽ തോനെ മൂക്കണ്ട, ചെറുതായിട്ട് കരിയാത്ത വിധത്തിൽ മൂപ്പിച്ചെടുക്കണം. ഇവിടെ ഞാൻ ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾക്ക് ഇച്ചിരി കൂടെ മൂക്കുന്നതാണ് ഇഷ്ടം, അല്ലെങ്കിൽ കുറച്ചുകൂടെ മുന്നേ എടുക്കുന്നതാവും ഒന്നുകൂടെ നല്ലത്. അപ്പോഴേക്കും വാഴയില നമുക്ക് വാട്ടിയെടുക്കാം. വാട്ടിയെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മളുടെ മസാല അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എണ്ണയിൽ ചെറുതായിട്ട് ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന മീനും കൂടെ അതിൻ്റെ പുറത്ത് വെച്ച് കൊടുത്ത് മസാല നല്ലതുപോലെ പുരട്ടി കൊടുക്കുക. അപ്പം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ദോശക്കല്ലിനകത്തോട്ട് എണ്ണ തേച്ച് കൊടുക്കാം. തേച്ച് കൊടുത്ത ശേഷം നമ്മളുടെ നമ്മൾ വാഴയിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന ഓരോ മീനും എടുത്ത് അതിലോട്ട് വെച്ച് നല്ലതുപോലെ പൊള്ളിച്ചെടുക്കാം. അപ്പം സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റും കഴിക്കുന്നതിനും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും മറക്കരുത്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. അപ്പോൾ കൂടുതൽ ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മളുടെ വീഡിയോസ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ആവാതെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കാണുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ നമ്മൾ ഇടുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസും
കിട്ടുന്നതായിരിക്കും. അതാണ്ട് നമ്മളുടെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ദേ ഒരാൾ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അയാൾ കഴിച്ചിട്ട് പറയും ഇനിയിപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. സൂപ്പർ ടേസ്റ്റാണെന്നാണ് ആൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. Please subscribe my channel.